ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായാലും ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട് നമ്മൾ ഊട്ടി പോയ ട്രിപ്പൊക്കെ ഇടുന്നതിന് മുമ്പൊക്കെ ഇട്ടത്. അപ്പോൾ ഇന്ന് നമുക്ക് സാധാരണ ദിവസം എൻ്റെ എല്ലാം മിക്കവാറുള്ള ദിവസങ്ങളെല്ലാം ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ രാവിലെ തന്നെ എഴുന്നേൽക്കും, കാരണം പിള്ളേർക്ക് സ്കൂളില്ലെങ്കിൽ അണ്ണൻ ഓഫീസൊക്കെ പോകണം. അപ്പോൾ നമ്മൾ എഴുന്നേറ്റപ്പോൾ തന്നെ നമ്മുടെ വീട്ടിലപ്പുറത്തണ്ണനൊക്കെ സുബഹിക്ക് പള്ളിയിൽ പോകാനൊക്കെ എഴുന്നേറ്റ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആണെങ്കിൽ രാവിലെ ചന്ദ്രനൊക്കെ ഇങ്ങനെ തേങ്ങാപ്പൂൾ പോലൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ എൻ്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അങ്ങനെ ആബിദിന് രാവിലെ ക്രിക്കറ്റിന് പോകണമായിരുന്നു. അവൻ പോയിട്ട് അണ്ണൻ ഇന്നുണ്ടായിരുന്നപ്പോൾ കൊണ്ടുപോയിട്ടു. അപ്പോൾ ഞാൻ രാവിലെ അടുക്കളയിലോട്ട് കയറി. അപ്പോൾ രാവിലെ ഞാൻ സുബഹിയൊക്കെ നമസ്കരിച്ചു, കട്ടൻ കാപ്പിയൊക്കെ ഇട്ടൊക്കെ കൊടുത്തിട്ടാണ് പിന്നെയുള്ള വീഡിയോകളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ കടലക്കറി വെക്കാനാണ് ഇന്ന്, പുട്ടും കടലക്കറിയുമാണ്. അപ്പോൾ കടലക്കറിക്ക് എല്ലാം കൂടെ ഞാൻ കുക്കറിലാക്കണം. അപ്പോൾ ഞാൻ കുക്കറിനകത്ത് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വേവിച്ചിട്ട് പിന്നെ കടുക് വറുത്തൊക്കെ ഒഴിക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ അടുക്കളപ്പണിയാണ് രാവിലെ മെയിനായിട്ട്. പിന്നെ അണ്ണന് ചോറ് കൊണ്ടുപോകേണ്ട ദിവസമായതുകൊണ്ട് പയറും ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല നാടൻ പയർ. അതിനകത്ത് തോരനും കൂടെ അങ്ങ് വെച്ചു കേട്ടോ. അപ്പോൾ തോരന് നിന്ന് അരി വേണം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ, ഇപ്പം ഇതിനകത്ത് ശ്രദ്ധിച്ചപ്പോഴേ എൻ്റെ മുഖം ഇത്രയും ഇതായിട്ടിരിക്കുന്നില്ലോ എന്നില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഇപ്പം അമ്മയ്ക്ക് തീരെ സുഖമില്ലാത്തതുകൊണ്ട് നാത്തൂനും കൂടെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നാത്തൂനാണെങ്കിൽ അമ്മയുടെ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കിക്കോളും. പിന്നെ ഞാൻ അരി അടുപ്പ് ഇതിനിടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അണ്ണനും എനിക്കൊക്കെ ഉള്ള കട്ടൻ കാപ്പി കുടിച്ചു കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ചായ കുടിക്കത്തില്ല, അണ്ണനും ചായ കുടിക്കത്തില്ല. അപ്പം ചായ പരിപാടിയൊക്കെ നാത്തൂൻ അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പുട്ടും കൂടെ ഉണ്ടാക്കുവാണ് ഇതിൻ്റെ ഇടയ്ക്ക്. പിന്നെ അണ്ണനാണെങ്കിൽ പുട്ട് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പം മിക്കവാറും ഉള്ള ദിവസങ്ങളെല്ലാം മിക്ക ദിവസം അരിയൊക്കെ ആട്ടാൻ മറക്കുവാണെങ്കിൽ പുട്ടാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. കാരണം ചപ്പാത്തി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഭയങ്കര താമസമാണ്. അങ്ങനെ പുട്ട് ഉണ്ടാക്കുവാന്നേ. അപ്പോൾ പുട്ടിനുള്ള എല്ലാം എടുത്ത് വെച്ചിട്ട് ഈ പുട്ടിൻ്റെ പാത്രത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു കളർ ഇരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അക്ക ഇവിടെ വന്ന് നിന്ന് എൻ്റെ അടയാളം. അവളാണെങ്കിൽ എൻ്റെ ഒരു ഷാള് വെച്ച് ചൂട് പാത്രം പിടിച്ചത് ഉരുകി പിടിച്ച് അതിനകത്ത് വെച്ച് പിന്നെ ഇരിക്കും കേട്ടോ. അത് പിന്നെ എത്ര ശരിയാക്കിയിട്ടും പോകുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അരി വെന്തിട്ടുണ്ടായിരുന്നു, അരിയും കൂടെ അങ്ങ് ഊറ്റിയെടുത്ത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം കടുക് വറക്കത്തില്ല, എല്ലാം കൂടെ തോത്തി എടുത്തിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അത് റെഡിയാക്കി പയർ തോരനും കോവയ്ക്ക മെഴുക്കുരട്ടിയാണ് വെച്ചത്. പിന്നെ നല്ല പാത്തിക്കുറിച്ചുണ്ടായിരുന്നു, ഞങ്ങൾ സീഡി മീൻ എന്നൊക്കെ പറയുന്നത്. അതും കൂടെ അങ്ങോട്ട് വറുത്തോടെ. മീൻ വറക്കാനാണ് ഏറ്റവും നല്ല ഇഷ്ടം. പാവങ്ങളുടെ ആവൂരി എന്നൊക്കെ ഈ മീനെ പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മീനാണ് ഇത് കേട്ടോ. അപ്പോൾ അതും കൂടെ അങ്ങ് ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കുറേശ്ശെ അങ്ങ് കഴുകുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര കൂന കൂടും. എന്നാലും എല്ലാം വിട്ട് കഴിയുമ്പോഴത്തേനും കൂന കൂടും. അങ്ങനെ അത് അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ അങ്ങ് കഴുകി വയ്ക്കും. എന്നിട്ട് പുട്ടും കൂടെ അങ്ങ് കൊടുത്തു. അപ്പോൾ അണ്ണൻ പോകാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അണ്ണന് പുട്ടും കടലയും കൊടുത്തിട്ട് അപ്പോഴത്തേനും മറി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. മറി ഇപ്പോൾ ഭയങ്കര താമസിച്ചാണ് എഴുന്നേക്കുന്നത്. വൈകിട്ട് വരെ അങ്ങ് കളിയാണ്, രാത്രി 11 മണി വരെയൊക്കെ അങ്ങ് കളിയാണ്. അങ്ങനെ പിന്നെ അണ്ണനുള്ള ഡ്രസ്സെല്ലാം അയൺ ചെയ്തിട്ട് ഞാൻ ഈ അയൺ ചെയ്യണമ്പോൾ അതിൻ്റെ അടിയിൽ തുണി വിരിക്കുന്നത്. പക്ഷെ അന്ന് ഭയങ്കര ധൃതിയായിരുന്നു, അണ്ണന് പോകാൻ ധൃതി വെച്ചുകൊണ്ടിരുന്നുകൊണ്ട് ഞാൻ പിന്നെ തുണിയൊന്നും അതിൻ്റെ അടിയിലിടാൻ നിന്നില്ല കേട്ടോ. അങ്ങനെ അതും പെട്ടെന്ന് അങ്ങ് തേച്ച് കൊടുത്തു. പിന്നെ അണ്ണനുള്ള ഫുഡെല്ലാം കൊണ്ട് ബാഗിൽ വെച്ചിട്ട് അണ്ണൻ അങ്ങ് പോയേ. പിന്നെ അണ്ണൻ പോകാൻ നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും അവിടെ പോയി നിൽക്കും കേട്ടോ. ഗേറ്റൊക്കെ തുറന്നു കൊടുത്തിട്ട് പിന്നെ ഞാൻ അതിൻ്റെ മൾബറിയുടെ മൂട്ടിലൊക്കെ വന്ന് കുറച്ച് മൾബറിയൊക്കെ പറിച്ചുകൊണ്ട് ഒക്കെ നിൽക്കും കേട്ടോ. ആ സമയം ഒരു 5-10 മിനിറ്റ് അവിടെ മുറ്റത്തൊക്കെ സ്പെൻഡ് ചെയ്യും ഞാൻ. അങ്ങനെ അണ്ണൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മുറ്റത്തിൻ്റെ ചെറിയ വീഡിയോ ഒക്കെ എടുത്തതാണ്. പിന്നെ നമ്മുടെ വീഡിയോയിൽ ആവർത്തന വിരസതയൊക്കെ വരുന്നുണ്ടോ? കാരണം നമ്മുടെ ഡെയിലി മിക്കവാറും 365 ദിവസത്തിൽ ഒരു 300 ദിവസം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമേ. ബാക്കിയുള്ള 65 ദിവസം വ്യത്യാസപ്പെട്ടിരിക്കും. അങ്ങനെ 65 ദിവസമൊന്നും ഇല്ല അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇതൊക്കെയാണ്. അങ്ങനെ മൾബറിയൊക്കെ കുറച്ച് നല്ല പഴുത്ത് നിൽപ്പുണ്ട്. ഈ പഴുത്ത മൾബറി തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ്. പണ്ടൊന്നും നമ്മുടെ വീട്ടിലൊന്നും മൾബറി ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങളാണെങ്കിൽ കുട്ടിക്കാലത്താണെങ്കിൽ ഈ മൾബറി ഉള്ള വീട്ടിൽ പോയി പറിച്ച് തിന്നുവാൻ. അന്ന് അവരൊക്കെ വഴക്കൊക്കെ പറയുമായിരുന്നു. ഇങ്ങനെയൊക്കെ പോയി കഴിച്ചിട്ടുള്ളവരുണ്ടോ? പിന്നെ ഞാൻ പെരയിൽ വന്നിട്ടാണെങ്കിൽ ചീനിച്ചട്ടി അരി ഊറ്റി അടുപ്പിൽ തീ ഉണ്ടായിരുന്നു. അവിടെ ഞാനാണെങ്കിൽ ചീനിച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നാരങ്ങ വാട്ടാനിട്ടു. അപ്പോൾ ഈ ചെറിയ തീയിലിരുന്ന് ഇതങ്ങ് വാടിക്കോളും. അങ്ങനെ പിന്നെ പാത്രങ്ങളൊക്കെ ചോറ് കൊടുത്ത പാത്രങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി, പാത്രങ്ങളെല്ലാം കഴുകി ജസ്റ്റ് അതെല്ലാം ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ മുറിയിലോട്ട് പോയി കേട്ടോ. നമ്മൾ കിടന്ന റൂമൊക്കെ ഒന്ന് കുടഞ്ഞു വാരി വൃത്തിയാക്കാൻ. ഇപ്പം മറിയത്തിൻ്റെ ജോലി ഈ പെര തൂപ്പ് കേട്ടോ. ഭയങ്കര തൂപ്പാണ്. നമ്മൾ തൂക്കുന്നതിനെക്കാട്ടും നല്ല വൃത്തിയായിട്ട് തൂക്കും കേട്ടോ. അത് ഭയങ്കര അടുക്കി പറക്കിയൊക്കെ അവൾ തൂക്കും. പിന്നെ ഞാനാണെങ്കിൽ റൂമിൽ വന്ന് റൂമെല്ലാം ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ മെത്തയെല്ലാം ബെഡ്ഷീറ്റെല്ലാം നല്ലതായിട്ട് വിരിച്ചിടും കേട്ടോ. എന്നിട്ട് ആ റൂം ഒന്ന് തൂത്തിടും ഞാൻ എപ്പോഴും അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മൊത്തത്തിൽ തൂക്കത്തുള്ളൂ. ഇപ്പം മറി ആ ജോലി ഏറ്റെടുത്തുകൊണ്ട്, എന്നാലും നമ്മൾ 5-6 വട്ടം ഒരു ദിവസം തൂക്കുമല്ലോ പിള്ളേരൊക്കെ ഉള്ള വീട്ടിൽ. എന്നാലും മറിയും കൂടുതൽ നേരം തൂക്കും. അതുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ ആര് വന്നാലും
ഹാളൊക്കെ ഒന്ന് വൃത്തിയായിട്ടൊക്കെ കിടക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ നാരങ്ങ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി നോക്കുന്നുണ്ട്, അത് വാടി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഫ്രഷായിട്ട് പിന്നെ ഒരുങ്ങിയിട്ട് ആബിദിനെ വിളിക്കാൻ പോയി. കാരണം അണ്ണൻ നേരത്തെ ഓഫീസിൽ പോയിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ ആബിദിനെ വിളിക്കാൻ പോകുന്നത് ഞാൻ അപ്പോൾ 10:30 ആയേ. അങ്ങനെ ഞാൻ ആബിദിനെ വിളിക്കാൻ പോയിട്ട് പോകാൻ നേരം ഇപ്പം പിന്നെ എന്താ ചെയ്തത്, നേരെ ആദ്യം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി അത്യാവശ്യം ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. കാരണം നമ്മുടെ വീട് എന്തോ സാധനം മേടിച്ചാലും എന്തെങ്കിലുമൊക്കെ നിസ്സാര കാര്യങ്ങൾ കാണും മറക്കും കേട്ടോ. അതൊക്കെ മേടിക്കാൻ വേണ്ടി പോയി. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞിട്ട് പിന്നെ ബേക്കറി, നമ്മൾ കൊയിലോൺ ബേക്കറി പത്തനാപുരത്ത് നിന്ന് സ്ഥിരം ബേക്കറിയൊക്കെ വാങ്ങിക്കുന്നത്. പിന്നെ ഒരു 10-100 രൂപയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അലക്കുള്ളത്തെ സാധനങ്ങൾ മേടിക്കും. കാരണം പിള്ളേരിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ എന്തോ വെച്ചാലും തീർന്ന അവസ്ഥ കേട്ടോ. പിന്നെ നമ്മൾ കൂടുതൽ പൈസയ്ക്ക് മേടിക്കാനും ഒക്കെ. ആബിദിനെ വിളിക്കാൻ പോവുകയാണ് ഗൈസ്. ആബിദ് അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ അവിടെ പോയപ്പോഴത്തേന് ഭയങ്കര മാച്ച് നടക്കും കേട്ടോ. ആബിദും ഹലീമും ഹാമിയും എല്ലാം ഉണ്ട് കേട്ടോ. ഹാമിയും അവിടെ എന്തോ ഓർത്ത് പിണങ്ങി നിൽക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഹലീമിനെ ഹാമീമിനെ വിളിക്കുക. അനിയൻ വന്നില്ല. ഈ ഹലീമും ഹാമീമും നമ്മുടെ അനിയൻ്റെ മക്കളാണ്, അതായത് അണ്ണൻ്റെ അത്താടെ അനിയൻ്റെ മോൻ്റെ മക്കൾ കേട്ടോ. അവരെ പിന്നെ ഞാൻ അവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് അവൾ കുറച്ച് നാട്ടുമാങ്ങായും ഉണ്ടമുളകും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നേരെ നമ്മൾ മീൻ മേടിക്കാൻ വന്നു. രാവിലെ ഇന്ന് മീൻ കിട്ടിയിട്ടില്ലായിരുന്നേ. അങ്ങനെ അവിടെ നിന്നാണെങ്കിൽ ശീലാവ് മീൻ കേട്ടോ. ഞങ്ങൾ ശീലമീൻ എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്സ് ഇട്ടപ്പോൾ ആരൊക്കെയോ ചോദിച്ചു ശീലയോ അതെന്തോ മീനാണെന്നൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ മീനിന് എന്താ പറയുന്നത് പറയണേ ഗൈസ്. അങ്ങനെ പിന്നെ ആബിദിന് വന്ന് ഫുഡൊക്കെ വാരി കൊടുത്തു. കാരണം ആബിദാണെങ്കിൽ ക്ഷീണിച്ച് തളർന്നാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആഹാരം കൊടുത്തോണ്ടിപ്പോൾ ടി വിയിൽ നല്ല സിനിമ നടക്കുന്ന വെട്ട സിനിമയാണ്. എനിക്ക് ഈ സിനിമ എത്ര ഉണ്ടാലും മതി വരത്തില്ല, ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സിനിമ കേട്ടോ. ഞാൻ കുറച്ച് നേരം 5-6-10 മിനിറ്റൊക്കെ അത് നോക്കിയിരുന്നിട്ട് അവന് വാരി കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ അടുക്കളയിൽ വന്നിട്ടാണെങ്കിൽ മാമ്പഴപ്പുളിശ്ശേരിയും വെച്ചു, മീൻകറിയൊക്കെ വെച്ചു കേട്ടോ. ഞാൻ പിന്നെ രാവിലെ ഇട്ട ഡ്രസ്സ് തന്നെ വന്നിട്ട് അങ്ങിട്ടു, പിന്നെ അല്ലെങ്കിൽ അടുത്തൊരു ജോഡിയും കൂടെ എടുക്കാവത്തില്ലേ, അതുകൊണ്ട് കേട്ടോ. അങ്ങനെ ഈ നാട്ടുമാങ്ങ പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ തോലാണെങ്കിൽ ഉറിഞ്ചി കുടിക്കുന്നവരുണ്ട്. ഞാനതൊക്കെ കുടിച്ച് പിന്നെ നാത്തൂൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, അതിൻ്റെ നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മീൻകറിക്കെല്ലാം അങ്ങോട്ട് അരിഞ്ഞും വെച്ച് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പിള്ളേർക്ക് യിപ്പി നൂഡിൽസ് വേണമെന്ന് പറഞ്ഞാൽ അതും കൂടെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ മീൻകറി വെക്കാനെല്ലാം അരിഞ്ഞൊക്കെ പറക്കി വെച്ചു കേട്ടോ. അപ്പോൾ നമ്മളെന്നും മിക്കവാറും ഒരേ സ്റ്റൈലിൽ മീൻകറി തന്നെ വയ്ക്കുന്നത്, അതുകൊണ്ടത് കാണാപ്പാടവും. അപ്പം നമ്മുടെ അളവ് തെറ്റത്തൊന്നുമില്ല, കൂടവും കുറയത്തൊന്നുമില്ല. പിന്നെ മാമ്പഴപ്പുളിശ്ശേരിയും വെച്ചു കേട്ടോ. ഈ മാമ്പഴപ്പുളിശ്ശേരിക്കകത്ത് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, മുളക് പൊടി, ചുവന്നുള്ളിയൊക്കെ അരച്ചൊഴിച്ചിട്ട് കുറച്ച് തൈരും കൂടെ ഒക്കെ ഒഴിച്ച് അങ്ങനെയൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അങ്ങനെ പാത്രങ്ങളൊക്കെ ഇത്രയും നിരന്ന് കാണും. അങ്ങനെ അതെല്ലാം അങ്ങ് കഴുകി വൃത്തിയാക്കി വെച്ച് അടുക്കള ക്ലീൻ ആക്കിയിട്ടിട്ട് പിന്നെ നമ്മൾ അടുത്ത പരിപാടിക്ക് ഇറങ്ങത്തുള്ളൂ കേട്ടോ. ഞാൻ പിന്നെ ടേബിളിൻ്റെ മണ്ടയെല്ലാം തുടച്ചു, കാരണം രാവിലെ ഇതൊന്നും ചെയ്തില്ല. പിന്നെ വന്ന് തുണിയെല്ലാം കഴുകി കേട്ടോ. അപ്പോൾ അണ്ണൻ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സെല്ലാം കല്ലേലാണ് നനയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതും പിന്നെ പിള്ളേരിപ്പോൾ വീട്ടിലിരിക്കുന്ന ദിവസമായതുകൊണ്ട് പിന്നെ പറയാൻ വേണമല്ലോ. പിന്നെ കുറേയൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടങ്ങ് അടിക്കും. പിന്നെ നല്ല നല്ല ഡ്രസ്സെല്ലാം കല്ലേൽ അലക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. പിന്നെ പിള്ളേരുടെ തുണിയെല്ലാം കഴുകി. പിന്നെ അണ്ണൻ്റെ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നും കഴുകിയാലും പിന്നെയും കഴുകാൻ കാണുമല്ലോ. അപ്പോൾ ഞാൻ കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നുണ്ടാണ് ഈ ഇലകളൊക്കെ ഇങ്ങനെ കിടന്ന് ആടുന്നത്. ഞാൻ ഇപ്പം എഡിറ്റ് ചെയ്യുമ്പോഴേ ഇതൊക്കെ കാണുന്നത് കേട്ടോ. അങ്ങനെ തുണിയെല്ലാം കൊണ്ടുപോയി മേളിൽ അങ്ങ് വിരിച്ചിടും കേട്ടോ. അവിടെ വിരിച്ചിട്ട് പിന്നെ അവിടെ കിടന്നുണങ്ങും, പിറ്റേന്ന് രാവിലെ എടുത്താൽ മതിയല്ലോ. അങ്ങനെയൊക്കെ. പിന്നെ എൻ്റെ ഒരു നൈറ്റിയാണ് ഞാൻ പെരുന്നാളിനെടുത്തതാണ്. അത് ഞാൻ ഷേപ്പ് അടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പം നാത്തൂനൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ സമയമുണ്ടല്ലോ. അപ്പം ഞാനാണെങ്കിൽ അത് ഷേപ്പ് അടിച്ചിട്ട് ഇന്നിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ഷേപ്പ് അടിക്കും. എനിക്ക് പണ്ട് തയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ, കൊച്ചിലേക്ക്. പക്ഷെ അന്ന് നമ്മുടെ വീട്ടിൽ അങ്ങനെ സാഹചര്യമൊന്നുമില്ലായിരുന്നു. തയ്യൽ മെഷീൻ മേടിച്ച് എനിക്കങ്ങനെ തയ്യൽ മെഷീനിൽ തയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സാഹചര്യമില്ലായിരുന്നു. ഇപ്പോൾ തയ്യൽ മെഷീൻ ഉള്ളതുകൊണ്ടൊന്നും തയ്ക്കാൻ ഭയങ്കര മടിയാണ് അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ മേളത്തെ നിലയിലെ തയ്യൽ മെഷീൻ വെച്ചേക്കുന്നത്, കാരണം താഴെ വെച്ച മറിയൊക്കെ എപ്പോഴും എണ്ണിച്ച് എടുത്ത് പണിയാണ്. അങ്ങനെ ഞാൻ പിന്നെ കുളിച്ചിട്ട് വന്ന് നൈറ്റിയൊക്കെ ഇട്ട് നോക്കും. എന്നിട്ട് നമസ്കരിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് നാത്തും പിള്ളേർക്കെല്ലാം ചോറ് വിളമ്പി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് ഞാനും പിന്നെ പോയി കഴിക്കും. അപ്പോൾ ഞാൻ എടുത്ത് മറിയത്തിനൊക്കെ ഞാൻ വാരി കൊടുത്താലേ അവൾ കഴിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ അവൾ കൂടെ തന്നെ വന്നിരിക്കും. അപ്പോൾ എനിക്ക് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടൊരു മധുരം കഴിക്കുന്നൊരു സ്വഭാവമുണ്ട്. പിന്നെ നമ്മളൊരു ഈറ്റിംഗ് ചലഞ്ച് ചെയ്യുന്നുണ്ട്, നെയിം ഈറ്റിംഗ് ചലഞ്ച്. അപ്പോൾ അതിന് അലുവ മേടിച്ചത് കഴിക്കുക. അപ്പോൾ ഞാൻ എന്താ കഴിക്കാൻ എടുത്താലും പിള്ളേർക്ക് ഇച്ചിരി വായി വെച്ച് കൊടുക്കും കേട്ടോ. അവരത് കഴിക്കുകയും ചെയ്യുക. ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ വായി വെച്ച് കൊടുക്കുമ്പോൾ അത് കഴിക്കുമല്ലോ. ആബിദിന് പിന്നെ മധുരമൊന്നും അങ്ങനെ ഇഷ്ടമല്ല. അവന് ചിക്കന്, ബീഫ് അങ്ങനെയൊക്കെ ഐറ്റംസാണ് ഇഷ്ടം. അങ്ങനെ പിള്ളേരെല്ലാം അങ്ങോട്ട് ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും കളിക്കാൻ തുടങ്ങി. അപ്പോൾ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. എന്നാലും അവരതൊന്നും വക വയ്ക്കാതെ കളിക്കുക കേട്ടോ. ഇപ്പോൾ നാത്തൂൻ്റെ മോനും കൂടെ ഉള്ളതുകൊണ്ട് ഫുൾ കളിയാണ്, ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ. അങ്ങനെ അവർ കളിക്കുകയാണ്. അപ്പോൾ
ഞാനും കൂടെ പോയി അവിടെ ഇരുന്നുകൊണ്ട് ഇതെടുക്കുക. അപ്പോൾ പിന്നെ ചോറുണ്ട് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ എല്ലാം എച്ചിലൊക്കെ വീണല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് തൂത്തുവാരിയിട്ട് പിള്ളേരാണെങ്കിൽ അവിടെ ഇരുന്നേ കഴിക്കത്തുള്ളൂ കേട്ടോ. ടേബിളിൽ ഇരുന്ന് കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എപ്പോഴും തൂത്താലും പൊടിയാണ് കേട്ടോ. മറിയോ ഇതിൻ്റെ ഇടയ്ക്ക് തൂക്കും, ഞാനും തൂക്കും. പക്ഷേ സ്കൂളൊക്കെ ഉള്ള ദിവസം രാവിലെ ഒന്ന് തൂത്തിട്ടാൽ പിന്നെ വൈകുന്നേരം ഇവർ വന്നിട്ടുള്ളൊരു തൂപ്പും കൂടെ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇപ്പം ഇവർ വീട്ടിൽ ഇരിക്കുന്നുണ്ട് ഫുൾ ടൈം തൂപ്പം. അവർ ചവിട്ടിട്ട് വെച്ച് തൊട്ടിച്ചിട്ട് കയറും, പിന്നെ ആഹാരമൊക്കെ തറയിലൊക്കെ വീഴുമല്ലോ, എത്ര സൂക്ഷിച്ചാലും അതൊക്കെ വീഴും. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ അടുക്കളയെല്ലാം തൂത്തുവാരി വൃത്തിയാക്കിയിട്ട് എല്ലാം തൂത്തു കേട്ടോ. എന്നിട്ട് പിന്നെ ഉച്ചക്കലത്തെ കറിയെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച്, അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് ചീത്തയായി പോകില്ല. എന്നിട്ട് ഞാൻ വന്നിരുന്ന് അവരുടെ കൂടെ കളി കാണാൻ വീണ്ടും ഇറങ്ങി പോവുകയാണ്. അപ്പോൾ പിള്ളേർ കളിക്കുമ്പോൾ ഞാൻ അവിടെ കൂടെ ഇരിക്കും കേട്ടോ. ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനൊക്കെ കയറുവേ, അങ്ങനെയൊക്കെ. അപ്പോൾ അവർ ഭയങ്കര കളി, അവരങ്ങനെ മുറ്റത്തെ കളി കഴിഞ്ഞിട്ട് കാർപ്പൂച്ചിലോട്ട് കയറിയതാണ്. പിന്നെ എൻ്റെ മക്കൾക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ എപ്പോൾ കിടക്കാൻ വന്നാലും എൻ്റെ മണ്ടേ വന്ന് കയറി കിടക്കും. എന്നിട്ട് എന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ടേ അവർ പോകത്തുള്ളൂ കേട്ടോ. ഭയങ്കര ഇതാട്ടോ. മറിയാണെങ്കിൽ വന്ന് ചൊറിഞ്ഞു നിൽക്കും, വഴക്കുണ്ടാക്കിക്കൊണ്ട് ആബിദിനെ ആയുസ് വന്നിട്ട് ആബിദിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവർ വന്ന് എൻ്റെ മണ്ടയിലൊക്കെ കിടപ്പോ എടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേന് ഞാൻ എന്നിട്ട് മുറ്റം തൂത്ത്. ഇപ്പം ഇന്ന് ഉച്ചയായപ്പോഴേ മഴ പെയ്തുകൊണ്ട് വൈകുന്നേരം ആയപ്പോഴത്തേന് ആ മഴ അങ്ങ് തോന്നും കേട്ടോ. അപ്പം പെട്ടെന്ന് അങ്ങ് മുറ്റം ഉണങ്ങും. പിന്നെ ചെടിച്ചട്ടിക്കകത്തൊക്കെ ഉള്ള പോച്ചകളൊക്കെ പറിച്ച് കളയാണ്. ഇപ്പം ഇല്ല, മഴ പെയ്യുന്നതുകൊണ്ട് എവിടെയും അങ്ങ് പോച്ച കളിക്കുവാണ്. അങ്ങനെയൊക്കെ. പിന്നെ മൾബറിന്നാണെങ്കിൽ നല്ല പഴുത്ത മൾബറിയൊക്കെ നോക്കി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ പിള്ളേരുടെ അടുത്ത് പറയും അതിൻ്റെ ഒന്ന് വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞ് പിള്ളേരുടെ കൈ കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇവർ കളിയാണ് കേട്ടോ, ഭയങ്കര കളി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ ബസ് പോകുന്നതാണ്. പിന്നെ മറിയത്തിനൊരാഗ്രഹം മുടിയൊക്കെ ചീവിക്കിട്ട് കണ്ണൊക്കെ എഴുതി കൊടുക്കാം. ഞാൻ ഇങ്ങനെ മറിയത്തിന് അങ്ങനെ നന്നായിട്ടൊന്നും ഒരുക്കത്തില്ല കേട്ടോ, സമയം കിട്ടാറില്ല. പിന്നെ എന്നാലും സമയം കിട്ടുന്ന സമയത്ത് നല്ല കണ്ണൊക്കെ എഴുതി മുടിയൊക്കെ കെട്ടിക്കൊടുക്കും. അങ്ങനെ അതൊക്കെ ചെയ്ത് എന്നിട്ട് പിന്നെ സന്ധ്യ ആവുന്നതിന് മുമ്പ് പിന്നെ തുണിയെല്ലാം പറക്കി കൊണ്ടുവന്ന് അങ്ങ് മടക്കി കേട്ടെ. അപ്പോൾ ഇപ്പം മഗ്‌രിബ് ബാങ്ക് വിളിക്കുക, അതിന് മുമ്പ് ഞാൻ ഇതങ്ങ് മടക്കുവാണ്. അങ്ങനെ മഗ്‌രിബ് നമസ്കാരവും ഖുർആനോദലും എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും അണ്ണൻ വന്നിട്ടുണ്ടായിരുന്നു. അണ്ണൻ കുളിച്ചിട്ട് വന്നപ്പോൾ പിന്നെ ഒരു കട്ടൻ കാപ്പി ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ രാത്രി എല്ലാവരും ചപ്പാത്തിയായിരുന്നു കഴിക്കുന്നത്. പിള്ളേർക്കൊക്കെ ഉച്ചകളത്തെ ചോറ് കാണും, അത് കൊടുക്കും. പിന്നെ വലിയവർക്കെല്ലാം ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ചപ്പാത്തി നിന്ന് ഞാൻ പരത്തും. പിന്നെ ഉച്ചക്കലത്തെ കറികളെല്ലാം എടുത്തൊന്ന് ചൂടാക്കി വെച്ച്, മാമ്പഴപ്പുളിശ്ശേരി എടുത്ത് ചൂടാക്കി വെച്ച്, മീൻകറി അതുപോലെ വെക്കാം. പിന്നെ ഞാൻ ലോങ് വീഡിയോ ഒക്കെ ഒരുപാട് ഇടാത്തത് എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര താമസമാണ്. അപ്പോൾ നമ്മളിത് വീഡിയോ നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ക്യാമറയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓൺ ആക്കിയിരിക്കും, നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അങ്ങനെ ഒത്തിരി എഡിറ്റ് ചെയ്യാൻ കാണുമായിരിക്കും കേട്ടോ. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ പിന്നെ നമുക്ക് പൊതുവേ സമയം കിട്ടത്തില്ല. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ആബിദ് പായസം കൂടെയൊക്കെ ഗെയിം കളി കാണുന്നു, അവൾ അതിൻ്റെ കൂടെ ക്രിക്കറ്റും കാണുന്നുണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര ഒരു ക്രിക്കറ്റ് ഫാനായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ കാണാത്തൊന്നുമില്ല കേട്ടോ. പിന്നെ അണ്ണ ഓഫീസിൽ എന്തോ വർക്കൊക്കെ ചെയ്യണം. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് PSCയുടെ കുറച്ച് നോട്ട്സൊക്കെ എഴുതുവാണ്. അപ്പോഴത്തേനും അറിയാൻ വന്ന് അവിടെ ഇരിക്കുക. അപ്പോൾ ഇത് പിറ്റേന്ന് രാവിലെയാണ്. രാവിലെയൊക്കെ നല്ല മഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്, കോടമഞ്ഞ്. അപ്പോൾ അത് ഞാൻ വെറുതെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും പുതിയ പുതിയ വീഡിയോകളൊക്കെ ഇടാമേ. അപ്പോൾ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം വരെ എന്നെ സഹിച്ച എല്ലാവർക്കും നന്ദി. ഇനിയും പുതിയ പുതിയ വീഡിയോകൾ ഇടാൻ താങ്ക് യു ഫോർ വാച്ചിങ്.